ദേവീന്റെ ഭൂതഗണങ്ങളായിട്ടുള്ള പൂതൻ. ദേവീനെ പിന്നെ എഴുന്നള്ളിക്കുമ്പോ പൂതൻ ഒപ്പമാണ് ദേവീനെ ഇതിന്റെ കാവൽക്കാരായിട്ട്. പിന്നെ ഈ വീടുകളില് നമ്മളെ മക്കരപ്പറമ്പിലുള്ള വീടുകളില് ആറങ്ങോട്ട് അമ്പലത്തില് ഉത്സവം ആൽപ്പലി കൊട്ടിയറിയിക്കാന്ന് ചെന്ന് പൂതൻ വരിക കൊട്ടുമ്പോ വിളക്കും നിലവിളക്ക് കത്തിച്ച് ഭൂതത്തിനെ സ്വീകരിച്ച് പിന്നെ ഭൂതം കുമ്പിട്ട് കഴിഞ്ഞാല് അരി എറി പിന്നെ ഈ വീടുകളിലുള്ള ചേട്ടകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അരി എറിഞ്ഞിട്ട് അതിനെ ഉപേക്ഷിക്കുക എന്നുള്ള ഇതാണ് ഒരു ഐതിഹ്യം. പിന്നെ ഭൂതം പിന്നെ ഏകദേശം ഒരു 100 ചില്ലാനം കെട്ടുവരും. ഒരു 3/4 മണിക്കൂർ ചമയം ഉണ്ട്. ചമയണം കഥകളിന്റെ മറ്റൊരു വേഷം കൂടിയാണ് പൂതം. ഒരു എങ്ങനെയല്ല ഒരു 3/4 മണിക്കൂർ പൂതം ചമയാൻ വരുന്നുണ്ട്. പിന്നെ കനം കുറഞ്ഞ മരങ്ങൾ കൊണ്ടാണ് പൂതം ഉണ്ടാക്കല്. മരങ്ങളാണല്ലോ അതൊക്കെ. ചെലമ്പ് പിന്നെ ഓട്, ചെലമ്പ് ഓട്. അതൊരു 2 കിലോ എല്ലാം ഉണ്ടാവും. അതെ, 2 കിലോ ഉണ്ടാവും. ഈ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതായത് മോന്ത അരിയാന്നാ പറയാ. അതേമാതിരി ശരിക്കും നാഗങ്ങളെ മോന്തയുണ്ടല്ലോ, അത് അരിയണമെങ്കിൽ നല്ല ചിട്ടയോട് കൂടിയിട്ടുള്ള നോമ്പ് ഉണ്ടാക്കിയിട്ട് ഈ പിന്നെ ഇതൊക്കെ പണി നടക്കാൻ പാടുള്ളൂ. ഭൂതത്തിന്റെ പിന്നെ വർക്ക് നടക്കാൻ പാടുള്ളൂ. പീലി പിന്നെ ഭൂതത്തിന്റെ പിന്നെ ബാക്കില് പീലി തൂക്കുപീലിയായിട്ട് ഭഗവതീന്റെ മുടി എന്നുള്ളൊരു ഇതുണ്ടതിന് പീലിക്ക് അരിയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതായിട്ടുള്ള. പിന്നെ അവാർഡൊക്കെ കിട്ടിയെന്ന് അവാർഡ് കിട്ടി. പിന്നെ സർക്കാരിന് പിന്നെ അത് ദേശീയ പിന്നെ കേരള സർക്കാരിന്റെ സംസ്ഥാന ഫോക്കുലർ അക്കാദമി സംസ്ഥാന അവാർഡ് കേരള പിന്നെ സജി ചെറിയാന്റെ അടുത്തു നിന്നാണ് ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. പെട്ടെന്ന് മുഖ്യമന്ത്രി വേറെ പരിപാടിയിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ സംഗതി പോകാണ്ടായിരുന്നു. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചിട്ട് ജൂലൈ 4-ാം തീയതിയാണ് ഞാൻ അവാർഡ് ഏറ്റുവാങ്ങി. സർക്കാരിന്റെ എല്ലാ ബഹുമതി സർട്ടിഫിക്കറ്റുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പോരെ, ഉഷാറായില്ലേ? വിജീഷ മുഖം കാണാൻ പറ്റും. മുഖം കാണാൻ പറ്റും. വിജീഷ് ഇവിടെ തന്നെ വീട്. അതെ, അത് ശരി. നിങ്ങളിത് തുടങ്ങിയിട്ട് എത്രയായി? അത് ശരി. അപ്പൊ ഇതിന് പിന്നിലേക്കുള്ള ആൾക്കാർ കുട്ടികൾ ഇപ്പൊ വരുന്നില്ലല്ലോ. ശരി. ഞങ്ങള് പാരമ്പര്യമായിട്ട് ഇത് കലാരൂപമാണ്. ഇത് ആറങ്ങോട്ട് അമ്പലത്തേക്ക് കുറെ കാലം മുടങ്ങിയതായിരുന്നു. അവിടെ തുടങ്ങിയതാണ് ഞങ്ങളൊക്കെ. ശരി, കൊറേ മുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? കൊറേ 10 കൊല്ലം മുടങ്ങിയെന്നേ. പിന്നെ താല്പര്യം തുടങ്ങിയപ്പോ അതിന്റെ മുൻഗണനയിലായിരുന്നു ഞാൻ തന്നെ എടുത്തത്. വേഷം